വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പോയി വ്യത്യസ്ത രുചിഭേദങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് പകർന്നു തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ ടേസ്റ്റി ട്രാവൽസ്. അതെ, ഞാൻ കൗതുകമാർന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു രാജ്യത്തിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. കിച്ചൺ ട്രഷേഴ്സ് ടേസ്റ്റി ട്രാവൽ. ഞാൻ ഷെഫ് അനിൽകുമാർ നിൽക്കുന്നത് ഒരു പുതിയ രാജ്യത്തിലാണ്. ആ രാജ്യം എന്താണ് എന്ന് നിങ്ങൾ പറയൂ. ഈ രാജ്യത്തിൽ ഇഷ്ടം പോലെ ചോറുണ്ട്, തെങ്ങുണ്ട്, കരിക്കുണ്ട്, മീനുണ്ട്, ചെമ്മീനുണ്ട്, വവ്വാലുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലം. നമ്മുടെ നാടല്ല, വേറൊരു നാടാണ്. എന്താണെന്ന് ഗസ് ചെയ്യൂ. Your guess is right. I am in Vietnam. Are you ready to watch? Socialist Republic of Vietnam. Lal Salam. That is Vietnam. I am in Ho Chi Minh City, center of Ho Chi Minh City. ഹോ ചി മിൻ സിറ്റിയുടെ പേര് ഹോ ചി മിൻ എന്ന് വന്നത്, അതെ, ഈ നേഷൻ, ഗ്രേറ്റ് നേഷനായ വിയറ്റ്നാമിൻ്റെ ഫാദർ ഓഫ് ദ നേഷൻ്റെ പേര് ഹോ ചി മിൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു എല്ലായിടത്തും കാണാം. പിന്നെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമാണ് അറിയപ്പെടുന്നത്. ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, സോഷ്യലിസ്റ്റ് പാർട്ടി. അവരുടെ ഫ്ലാഗ് എല്ലായിടത്തും ഉണ്ട്, അവരുടെ ഓഫീസ് എല്ലായിടത്തും ഉണ്ട്. ഈ സിറ്റി സെൻറ്റർ പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഈ ഫേമസ് ബെൻ തങ് മാർക്കറ്റ്, established in 1900. This market is still going strong. Everybody, locals and tourists go inside, definitely go inside. Another place, ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ബിൽഡിംഗ്. അത് എപ്പോഴും ക്രൂഷ്യൽ സ്ഥലങ്ങളിലുണ്ട്. ജനമായിട്ട് സമ്പർക്കം വയ്ക്കണമല്ലോ പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പോൾ. പിന്നെ ഇവിടെ പുതിയ സ്കൈ സ്ക്രേപ്പേഴ്സ് വരാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. പിന്നെ ബിൽ ക്ലിൻറ്റൺ വന്ന് ഫേമസ് ആക്കിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പോ 2000 എന്ന്. അതാണ് കാണുന്നത്. പോ 2000 പോ കിട്ടും. സോ ഹോ ചി മിൻ സിറ്റി, ഡോണ്ട് മിസ് ഇറ്റ്, ബിക്കോസ് ഐ ഡിഡ്ന്റ് വോണ്ട് ടു മിസ് ഇറ്റ്. ടേസ്റ്റി ട്രാവൽസ് ഹോ ചി മിൻ സിറ്റിയിൽ നിന്നായിരിക്കും നമ്മുടെ ഈ രുചിയുടെ യാത്ര തുടങ്ങുന്നത്. വിയറ്റ്നാമിലെ ഹോ ചി മിൻ സിറ്റി മീഡിയയിൽ വളരെയേറെ ശ്രദ്ധ ആർജിച്ച ഒരു നഗരമാണ്. അതെ, ഞാൻ നിൽക്കുന്നത് ഹോ ചി മിൻ സിറ്റിയിലാണ്. ഹോ ചി മിൻ സിറ്റി ഈസ് നെയിംഡ് ആഫ്റ്റർ ദ ഫാദർ ഓഫ് ദിസ് നേഷൻ, ഹോ ചി മിൻ, അദ്ദേഹത്തിന് വേണ്ടി. ഇവിടെ നിന്നും അമേരിക്കക്കാർ ഭരിച്ചിട്ട് പോയതിന് ശേഷം പോലും ഇവിടുത്തെ ആൾക്കാർക്ക് അമേരിക്കക്കാരെ പിന്നെ ബാക്കിയുള്ള എല്ലാ രാജ്യത്തിലെ ആൾക്കാരെയും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ അറിയാവുന്നത്. എനിക്കും വളരെയേറെ സ്മൈലിംഗ് ആയിട്ട് തോന്നി ഇവിടുത്തെ വെൽക്കം. ദ സ്മൈൽ ഹാഡ് എ സ്റ്റോറി. അയ്യോ, ഇവിടെ ജീവിതം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. റോഡുകളിൽ സ്കൂട്ടറും കാറും അങ്ങോട്ടും ഇങ്ങോട്ടും. സിഗ്നൽ മാത്രമില്ല, പ്യാർ കാ സിഗ്നൽ ഇൻവിസിബിൾ. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നാലും, അതായത് ബിൽ ക്ലിൻറ്റൺ, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഒബാമ, നരേന്ദ്രമോദി, ഇങ്ങനെയുള്ള VVIPs വന്ന് ഇവിടുത്തെ ഭക്ഷണത്തിനെ കഴിച്ച് പാരാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയോണ്ടാണ് ഞാൻ യൂറോപ്പിൽ നിന്നും ഈ സൗത്ത് ഏഷ്യൻ കൺട്രിയായ വിയറ്റ്നാമിലേക്ക് വന്നത്. ഇവിടുത്തെ ആൾക്കാർ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ബിക്കോസ് ദേ ഡോണ്ട് കുക്ക് മെയിൻലി അറ്റ് ഹോം, ദേ ആക്ച്വലി ഈറ്റ് ഔട്ട്സൈഡ് ഹോം. ഇവിടെ എവിടെ പോയിരുന്നാലും എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ കയ്യിൽ കാണാം. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി ഓഫ് ടേസ്റ്റ്. ഒരു രാജ്യത്തിലെ രുചിഭേദങ്ങൾ അറിയണമെങ്കിൽ ആ രുചി കൂട്ടുകൾ എന്താണെന്ന് അറിയണം.
രുചിക്കൂട്ടുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഇറച്ചി, മീൻ, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മസാലകൾ, നൂഡിൽസ്, റൈസ്, ഇതെല്ലാം പോയി കാണണം. അതെവിടെയാണ് കിട്ടുന്നത്? മാർക്കറ്റിൽ. ഇവിടുത്തെ ഒരു വളരെയേറെ ഫേമസും പഴയ മാർക്കറ്റാണ് ബെൻതാൻ മാർക്കറ്റ്. വെൻ യു കം ടു ഹോ ചി മിൻ യു കനോട്ട് അഫോർഡ് ടു മിസ് ബെൻതാൻ മാർക്കറ്റ്. ഒരു പാമ്പ് കഴിച്ചിട്ട് കുറേ നാളായി. പാമ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ തേള് ഫ്രീ. ഇറ്റ്സ് എ വൈൻ made from rice. You can come here, buy this wine which has powerful two creatures inside. One is snake and another is scorpion. This is the old Bentang market. It's old but it's very famous. It has departmental division and then food division. I'm going to food division. What do you expect in Tasty Travels? ഈ ബെൻതാങ് മാർക്കറ്റിൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. half of the market sells non-food and half sells food items. Bentang market. Let's go to the food section. One of the busiest, oldest market in Ho Chi Minh City. മീൻകട തുറക്കാൻ പോണു ഞാൻ. Okay. Hi. Water chestnut. Vietnam has all kinds of sour, sweet, and salty things to eat. This is nice. One for you. Very sweet, like the people of Vietnam. Salt, sweet, sour. Everything is there in their personality. They laugh, smile, and tickle you with amazing food. Tickling your taste buds happens in Vietnam. ലോക്കൽ മാർക്കറ്റിൽ പോയി ലോക്കൽ ആൾക്കാരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും അവിടുത്തെ ഫുഡ് കൾച്ചറിനെ കുറിച്ചും അവർ കഴിക്കുന്ന ആഹാരത്തിനെ കുറിച്ചും. സോ ഐ ആം ഇൻ ദ മാർക്കറ്റ്, ബെൻതാങ് മാർക്കറ്റ്, ദ ബെസ്റ്റ് മാർക്കറ്റ് ടു കം ആൻഡ് ബൈ ഫുഡ് ഇൻഗ്രീഡിയൻസ്. വാട്ടർ ചെസ്റ്റ്നട്ട്, റിയലി നൈസ്. ഈ ബെൻതാൻ മാർക്കറ്റ് പഴയതാണെങ്കിലും ഇതിൻ്റെ അകത്ത് വളരെയേറെ പുതുമകളുണ്ട്. പുതുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഗെറ്റ് എവറിത്തിങ് മോഡേൺ ആസ് വെൽ ആസ് ഓർഗാനിക്. ഒച്ച് കറുത്ത ശംഖിൻ്റെ ഷേപ്പിലിരിക്കുന്ന ഒച്ച്, ജീവനുള്ള ഒച്ച് ഇതിനകത്തുണ്ട്. ഇത് കുക്ക് ചെയ്യണമെന്ന് അറിയാം. കുറച്ച് ബട്ടർ, കുറച്ച് ചില്ലി, കുറച്ച് സോൾട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനകത്തോട് കയറ്റിയാൽ മതി. എന്നിട്ട് സ്റ്റീം ചെയ്താൽ മതി. യു കൻ ഹാവ് റിയലി ടേസ്റ്റി ഒച്ച്. നൈസ്. They keep circulating the oxygen in the water, so the freshness is always retained. ഫിഷിന് വേണമെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കാൻ, അല്ലാതെ അമോണിയ മുക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ലൈറ്റിൻ്റെ അടിയിലോ എണ്ണ പുരട്ടിയോ വെച്ചിട്ട് കാര്യമില്ല. നോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ജസ്റ്റ് കീപ് ചേഞ്ചിങ് ദ വാട്ടർ, സർക്കുലേറ്റ് ദ വാട്ടർ വിത്ത് ഓക്സിജൻ. ദ ഫിഷ് വിൽ ബി ഹാപ്പി ആൻഡ് ഫ്രഷ് ടിൽ യു കുക്ക് ഇറ്റ്. കണ്ട ഒരു വലിയ കടവ അല്ലേ, കണ്ട ഫ്രഷ്, റിയലി നൈസ്. ഇതിനകത്ത് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് സ്റ്റഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ബാർബിക്യൂ ചെയ്യുകയാണെങ്കിൽ അമേസിങ്. സീ ഫുഡ് ഈസ് മൈ ഫേവറേറ്റ്. 2 മിനിറ്റ് മതി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിനെ ഒന്ന് വരഞ്ഞിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ബാർബിക്യൂ ചെയ്തതിന് ശേഷം ശകലം നാരങ്ങ, അത് മതി. രുചിയുടെ യാത്ര തുടരുന്നു ബെൻതാങ് മാർക്കറ്റിനകത്ത്. ദാ ഒരു ഒക്ടോപ്പസ്, ബേബി ഒക്ടോപ്പസ് കണ്ട. അത് അടുത്ത് വരൂ, നിങ്ങൾ അടുത്ത് വരൂ. ഒന്നും ചെയ്യില്ല, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല, ബിക്കോസ് ചത്തുപോയി.
ഏകദേശം ഒരു 100,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ മാർക്കറ്റിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ് നടത്തുന്നത്. വെദർ ഇറ്റ് ഈസ് പ്രോൺസ്, സ്ക്വിഡ് ഓർ സീ ഫുഡ്, വെദർ ഇറ്റ് ഈസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്. അവർ വിൽക്കുന്നത് മാത്രമല്ല, റീറ്റെയിൽ മാത്രമല്ല, ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, പിന്നെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ചെറിയ ചെറിയ കടകളാണെങ്കിലും വെരി പവർഫുൾ ബിസിനസ്. ഒരിടത്ത് വെജിറ്റബിൾ വിൽക്കുന്നു, ഒരിടത്ത് സീ ഫുഡ് വിൽക്കുന്നു. സീ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നോർവേയിൽ പോയ കമ്പനിയില്ലേ ലെറോയിൻ്റെ സാമൺ കമ്മിങ് ടു വിയറ്റ്നാം. ഇവിടെ there is no salmon, but there is basa fish. ജീവനുള്ള കൊഞ്ച് തന്നെയാണ് സ്വീകരിക്കുന്നത്. Look at that. Nice. Freshly caught, going to be exported. അനങ്ങാതിരിക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുക. ബിക്കോസ് ജീവനുള്ളവനാണ്. അനങ്ങി കഴിഞ്ഞാൽ അതെ കൊത്തിക്കളയും. എന്നെ കൊത്തി തുടങ്ങി ഓൾറെഡി. കണ്ട അതിൻ്റെ ക്ലോസ് കണ്ട, അതിട്ട് ഡിങ് ഇപ്പോൾ കൊത്തി ഇവിടെ. ബൈ ബൈ. Look at that. പച്ച ചക്ക കണ്ടിട്ടുള്ളല്ലേ? ഇത് ഓറഞ്ച് കളർ ചക്ക. അതെ, നാട്ടിൽ അയിണി ചക്കയുടെ ഓർമ്മ വരുന്നു. പഴുത്തില്ല, അതുകൊണ്ട് ഞാൻ വച്ചിട്ട് പോവാണ്. മോരേ ഓക്കെ, മോഡ എടുക്കണ്ടെന്ന് പറയാണ്. ഞാൻ പോവാണ്. ചേച്ചി ടാറ്റ. ഹായ്, I am looking for snake. You have snake? Yes, we have. Finally, I want to eat snake. ഒരു പാമ്പ് കഴിച്ചിട്ട് കുറേ നാളായി. ഓ, പാമ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ തേള് ഫ്രീ. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയാമോ? ഒരു എണ്ണയല്ല. നിങ്ങൾ വിചാരിച്ചു എണ്ണ ആയിരിക്കും, ദേഹത്ത് തടവി കഴിഞ്ഞാൽ ഭയങ്കര മസിൽ ഉണ്ടാവുന്നു. അല്ല, ഇത് ഇറ്റ്സ് എ വൈൻ മെയ്ഡ് ഫ്രം റൈസ് വൈൻ മെയ്ഡ് ഇൻ വിയറ്റ്നാം. Pum Kim is this lady. Pum King shop is in Ben Thang Market. You can come here, buy this wine which has powerful two creatures inside. One is snake and another is scorpion. You drink this, full power, only for 200,000 dong. Don't go, take this. Ah. ബിൽ ക്ലിൻ്റൺ അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് സൂപ്പ് കഴിച്ചു, ഫേമസ് ആക്കി. ബീഫ് നൂഡിൽ സൂപ്പും ഒരു കരിക്കിൻ വെള്ളവും. മാർക്കറ്റ് കണ്ടു, ഇവിടുത്തെ ബിസിനസ് കണ്ടു, ഇൻഗ്രീഡിയൻസ് കണ്ടു, എല്ലാം ഫ്രഷാണ്, ഓർഗാനിക്കാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഭക്ഷണം. അതെ, എനിക്കൊന്ന് ആദ്യം കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കാണിച്ചു തരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുത്തെ ഈ ഫേമസ് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. വിയറ്റ്നാം എന്ന് ഓർമ്മ വരുമ്പോൾ മനസ്സിൽ വരുന്നത് ഫോ എന്ന് പറഞ്ഞ അവരുടെ നാഷണൽ ഡിഷാണ്. ഹോ ചി മിൻ സിറ്റി ഈസ് വെരി ബിസി. ബിസി വിത്ത് വാട്ട്? പീപ്പിൾ ഈറ്റിംഗ് ഫുഡ്, പീപ്പിൾ കുക്കിംഗ് ഫുഡ്, പീപ്പിൾ പ്രിപ്പയറിംഗ് ഫുഡ്, പ്രോസസ്സിംഗ് ഫുഡ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫുഡ്. വെൻ ഐ സീ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ ഷെഫ്, I see a city eating a lot of food. That is why Tasty Travels has brought me to Ho Chi Minh City. And you are watching Tasty Travels. Talking about food, Vietnamese food is very vibrant and colorful. They have duck, fish, chicken, liver, prawns and frog legs. So many things in their menu on a plate. People eat and drink all the time in small quantities. Talking about small quantities, there is something very amazing in small quantity which has liquid and which has some food in it. That's the beef noodle soup. For 2000 right here is where Bill Clinton had his real Vietnamese beef noodle soup. Probably I should go up and have a bowl of that. Joining me? Let's go. ഞാനിപ്പം 2000 അകത്തിരിക്കുകയാണ്. ബിൽ ക്ലിൻ്റൺ അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് സൂപ്പ് കഴിച്ചു, ഫേമസ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ,
ഒരുവിധം ഫേമസ് ആയിരുന്നു, അതുകൊണ്ടല്ലേ അദ്ദേഹം ഇവിടെ വന്നത്. ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഫേമസ് ആക്കും, അതുകൊണ്ട് ഞാനിവിടെ വന്നത്. ബീഫ് നൂഡിൽ സൂപ്പും ഒരു കരിക്കിൻ വെള്ളവും. അനുരാഗ കരിക്കിൻ വെള്ളം. ടേസ്റ്റി ട്രാവൽസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ വക. വിയറ്റ്നാമിൽ നിന്നും, ഹോ ചി മിൻ സിറ്റിയിൽ നിന്നും, ഹോ 2000 നിന്നും ഒരു ബീഫ് നൂഡിൽ സൂപ്പ് ആൻഡ് കരിക്ക്. അങ്ങനെ എൻ്റെ സൂപ്പ് വന്നു, അടിപൊളി സൂപ്പ്. റൈസ് നൂഡിൽസ് ഉണ്ട്, ബീഫുണ്ട്, ഇലകൾ, ബേസിൽ ലീഫ്, പിന്നെ ലെമൺ, ചില്ലീസ്, ബീൻ സ്പ്രൗട്ട്, കരിക്കിൻ വെള്ളം. തുടങ്ങാല്ലേ? നല്ല രുചിയുള്ള സ്റ്റോക്ക്, അതിനകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള മീറ്റ്, പിന്നെ കറക്റ്റ് ലെവലിൽ കുക്ക് ചെയ്ത നൂഡിൽസ്, റിയലി ലോങ് നൂഡിൽസ്. കുറച്ച് എരി കൂട്ടിയാലോ? ലെറ്റ്സ് ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. അടിപൊളി സൂപ്പ്. ഒരു സൂപ്പിന് വെറും 70,000 രൂപ ഡോങ്. 70,000 ഡോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി $3. വെറും $3 പ്രസിഡന്റ് ഓഫ് അമേരിക്ക കഴിച്ച സൂപ്പും ഒരു കരിക്കിൻ വെള്ളവും. ഐ തിങ്ക് ദാറ്റ്സ് റീസണബിൾ. റിയലി നൈസ്. വർത്ത് എ പ്രസിഡന്റ്സ് appetite. വളരെ ഏറെ ഫേമസായ ബെൻതാൻ മാർക്കറ്റിൽ നിന്നും വളരെയേറെ ഫേമസായ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ 2000 എന്നുള്ള പേര് ഇതിന് വീണത് ചിക്കൻ 65 പോലെ വീണതായിരിക്കും. ചിക്കൻ 65ൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ബീഫ് ആൻഡ് നൂഡിൽ സൂപ്പ്, അതായത് ഭോ എന്ന് പറഞ്ഞ സൂപ്പ് കഴിക്കാൻ വേണ്ടി ബിൽ ക്ലിൻ്റൺ വന്ന ഇയർ 2000 ആയിരുന്നു. ഒരു പക്ഷേ ഇതിൻ്റെ പേര് അവർ അന്നായിരിക്കും 2000 കൂടെ ചേർത്തത്. വെറും ഭോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ പോയാലോ. അങ്ങനെ ഭോ 2000 ആക്കിയപ്പോൾ 2000-നെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇവിടെ ഒരു നേരം കഴിക്കുന്നുണ്ട്. അതായത് ദർ സീറ്റിംഗ് ഈസ് 100 ബട്ട് പീപ്പിൾ ആർ വെയിറ്റിംഗ് അറ്റ്ലീസ്റ്റ് 20 times more outside and inside. It operates 18 hours a day. കുറേ കറങ്ങി കണ്ടു, കുറേ കാര്യങ്ങൾ ചെയ്തു, കുറച്ച് ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം ചെയ്താൽ മാത്രമേ എനിക്ക് നല്ല ഭക്ഷണം എന്താണെന്നും അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇന്ന് അതിന് പറ്റിയില്ല. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ വിയറ്റ്നാമിൻ്റെ അടിപൊളി ഡിഷസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കും. ഐ പ്രോമിസ്. Yeah.